ഞങ്ങൾ പാർട്ടിയുടെ സഖാക്കളെല്ലാം വന്നത് റിജിത്തിൻ്റെ അമ്മയെയും സഹോദരിയെയും, റിജിത്തിൻ്റെ സഹോദര ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത വീട്ടിലാണ് റിജിത്തിനോടൊപ്പം ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ള 3 പേരുടെ വീട്. അവരെല്ലാം ഒന്ന് കാണാനും, അവർ കഴിഞ്ഞ 19-20 വർഷമായി ഈ റിജിത്തിൻ്റെ കൊലപാതകം കേസുമായി അതിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കുടുംബാംഗങ്ങളെയെല്ലാം കണ്ട് വേദനിച്ചിരിക്കുന്ന ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു 10-20 വർഷക്കാലവും ആ കുടുംബം ദുഃഖത്തിലാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ അമ്മ. റിജിത്തിനും ഇവിടെ ഒരു ശവകുടീരമുണ്ട്, അതുപോലെ നിരവധി ശവകുടീരങ്ങളുണ്ട്. അവിടെയെല്ലാം അമ്മമാരും സഹോദരിമാരും ആ ശവകുടീരം നോക്കി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പലരും അത് കാണുന്നില്ല. അതവരുടെ നിരീക്ഷണം കൊണ്ടാണ്. ചീമേനിയിൽ 5 പേരുടെ ശവകുടീരമുണ്ട്. 5 പേരെ പാർട്ടി ഓഫീസിനകത്ത് കയറി വലിച്ച് പുറത്തിട്ട് വെട്ടി നുറുക്കി പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. ആ പെട്രോൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തേക്ക് ഓടിയവരെ പുറത്ത് വെച്ച് വെട്ടിക്കൊന്നതാണ്. ഇത്രയും ഒരു ഭീകര സംഭവം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തെ കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം വയനാട്ടിലെ കഴിഞ്ഞ ആഴ്ചയിൽ കോൺഗ്രസിൻ്റെ DCC ട്രഷറർ NM വിജയൻ, അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്, അദ്ദേഹത്തിൻ്റെ മകൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. 2 പേരും ആത്മഹത്യ ചെയ്തു, ഒരച്ഛനും മകനും. എന്താ ആത്മഹത്യക്ക് കാരണം? വയനാട്ടിൽ കോൺഗ്രസിൻ്റെ കൈവശമുള്ള സഹകരണ സ്ഥാപനങ്ങൾ, അവിടുത്തെ നിയമനങ്ങളിലെല്ലാം പണം വാങ്ങും. ആ പൈസ വാങ്ങി കോൺഗ്രസ് നേതാക്കന്മാർ വീതം വെച്ചെടുക്കും, കോൺഗ്രസിൻ്റെ കമ്മിറ്റി കൊണ്ടുപോകും. അങ്ങനെ പണം വാങ്ങിയിട്ടുള്ള എല്ലാവർക്കും ജോലി കൊടുക്കാൻ സാധിച്ചില്ല. ജോലി കിട്ടാത്തവർ പണത്തിന് തിരിച്ചു ചോദിച്ചു. ഇതിന് ഒരു സാക്ഷിയാകേണ്ടി വന്ന, മൂകസാക്ഷിയാകേണ്ടി വന്ന കോൺഗ്രസ് നേതാവ് NM വിജയനാണ് ഇതിൻ്റെ എല്ലാം നടുവിൽ കിടന്ന് ശ്വാസം മുട്ടിയത്. ജനങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാത്ത സ്ഥിതിയായി, പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായി. ആത്മാഭിമാനം കൊണ്ട് ആ കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്തു. അച്ഛൻ്റെ നേരെ വരുന്നത് പിന്നീട് തൻ്റെ നേരെയാണ് വരിക എന്നുള്ളത് തന്നെ ആ മകൻ്റെയും വേർപാടിനിടയാക്കി. ഇതൊരു ഇരട്ടക്കൊലപാതകമല്ലേ? എത്ര ക്രൂരമായ സംഭവമാണത്. എത്രയോ ദിവസങ്ങൾ അവരെ ഇഞ്ചിഞ്ചായി ഇടിച്ചിടിച്ചിടിച്ച് എത്രയോ 100-ലധികം ഇടികൾ ഇടിച്ചതിൻ്റെ ഫലമല്ലേ 2 മരണം. വിട്ടുനോക്കി നടക്കുന്നവരില്ലേ? ഈ 2 പേരുടെ ഈ മരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ചീമേനിയിൽ 5 പേരെ വെട്ടിക്കൊന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ടോ? ഇവിടെ റിജിത്ത് ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷയും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു. അധ്വാനിച്ച് കുടുംബം പോറ്റുക. അച്ഛന് പ്രായമായി. ശങ്കരൻ നെയ്ത്ത് തൊഴിലാളിയായിരുന്നു. ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് പഞ്ചായത്ത് അംഗമായിട്ട് കണ്ണപുരം പഞ്ചായത്തിൽ പ്രവർത്തിച്ച ആളാണ്. പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ കുടുംബം, ആ കുടുംബത്തിൻ്റെ സംരക്ഷകനായിരുന്നു റിജിത്ത്. ജോലി കഴിഞ്ഞ് വരുന്ന അവസരത്തിലാണ് ഒളിച്ചിരുന്ന് റിജിത്തിനെയും ഒന്നിച്ചു വരുന്നവരെയും ആക്രമിച്ചത്. ഒരാളെ കൊല്ലാനല്ല, 3 പേരെയും കൊല്ലാനാണ്. അന്ന് ആ അപകടത്തിലുള്ള ഒരു സഖാവാണ് നിങ്ങളുടെയോടൊപ്പം അവിടെ നിൽക്കുന്നത്.
ഇവിടെയില്ല. 3 പേരെയും 4 പേരെയും കൊല്ലലായിരുന്നു ലക്ഷ്യം. ആ ഭീകര സംഭവം നടന്നിട്ട് ഏതാണ്ട് 19 വർഷവും കുറേ മാസങ്ങളുമായി. തൻ്റെ മകൻ്റെ വേർപാടിൽ വേദനിച്ച് ഇഞ്ചിനിഞ്ചായി ഓരോ ദിവസവും മരിച്ചുകൊണ്ടാണ് ശങ്കരൻ മരണപ്പെട്ടത്. കേസിൻ്റെ വിധി വന്നില്ല, ഇത് കാണാൻ അദ്ദേഹം ഉണ്ടായില്ല. തൻ്റെ മകൻ്റെ വേർപാടിൽ ദുഃഖം കൊണ്ട് ഒരു മെഴുകുതിരി കത്തിക്കരിഞ്ഞ് അതിൻ്റെ മെഴുക് മുഴുവൻ അലിഞ്ഞു പോകുന്നത് പോലെ ഒരു മനുഷ്യ ജീവിതം, ഒരു പാവപ്പെട്ട തൊഴിലാളിയുടെ ജീവിതം ഇവിടെ കത്തി ഒടുങ്ങുകയായിരുന്നില്ലേ? ഇതൊന്നും മരണമല്ലേ? പലർക്കും ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം ഉണ്ടാകും. ആ മനോഭാവം പ്രചരിപ്പിക്കാൻ അവർ മാധ്യമങ്ങൾ ഉപയോഗിക്കും. അതാണിന്ന് കേരളത്തിൽ കണ്ടുവരുന്നത്. ഇവിടെയും റിജിത്തിൻ്റെ ശവകുടീരമുണ്ട്, ഒരമ്മയും സഹോദരിയുമുണ്ട്, സഹോദരനുണ്ട്, സഹോദരൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അവർക്കുമുണ്ട് വേദനകൾ. ഞങ്ങൾ ഒരു മനുഷ്യനെയും വേദനിപ്പിക്കാത്തവരാണ്. ഏറ്റവും വലിയ മനുഷ്യസ്നേഹികൾ കമ്മ്യൂണിസ്റ്റുകാരാണ്. കാരണം ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ത്യാഗങ്ങളും വിഷമങ്ങളും മർദ്ദനങ്ങളും അനുഭവിച്ചവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളുടെ പ്രസ്ഥാനം ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നു വന്നത് ഇതുപോലെ എത്രയോ സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ്. ഞങ്ങൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളെ പല ഘട്ടങ്ങളിൽ ഞങ്ങളുടെ രക്ഷാർത്ഥം ചെറുക്കേണ്ടി വന്നേക്കാം. അക്രമം നടത്തി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന വലതുപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് പാർട്ടി, RSS സംഘപരിവാർ, അവരുടെ ഈ അക്രമ പ്രവർത്തനങ്ങളെയല്ല ഇന്ന് പലരും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇടതുപക്ഷ വിരോധം, കമ്മ്യൂണിസ്റ്റ് വിരോധം, പുരോഗമനപരമായ ആശയങ്ങളോടുള്ള എതിർപ്പ്, വലതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ, അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികൾ, അതാണിന്ന് പ്രചരണ രംഗത്ത് പലതും കാണുന്നത്. അതുകൊണ്ട് നിഷ്ഠൂരമായ ഒരു കൊലപാതകം, ഒരു കുടുംബത്തെ അനാഥമാക്കിയ റിജിത്തിൻ്റെ വേർപാടിൽ ഒരു കുടുംബം തന്നെ അനാഥമായി, ഒരു പ്രദേശത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ തന്നെ ഇല്ലാതായി. അത്തരത്തിലുള്ള ഒരു സഖാവിൻ്റെ കൊലക്കേസ് കോടതിയിൽ വന്നു. കോടതി RSS BJPക്കാർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ കോടതിയുടെ വിധി വന്നേക്കും. അതുകൊണ്ട് ഈ ദുഃഖമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ, എത്രയോ കാലമായി റിജിത്തിൻ്റെ വേർപാടിന് ശേഷം ദുഃഖമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കുക. ഇവിടുത്തെ പാർട്ടി സഖാക്കളെല്ലാം ആ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞങ്ങളും ഇന്ന് ഇവിടെ വന്ന ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുക. ഈ ദുഃഖത്തിന് ഇനിയും ഒരു ജീവിതത്തിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ കഴിയട്ടെ. വേദനയുണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യ ജീവിതം അവർക്കുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് അവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ വന്നിട്ടുള്ളത്. പലർക്കും വെട്ടിൻ്റെ എണ്ണം നോക്കി നടന്ന് കണക്ക് കൂട്ടി സിദ്ധാന്തം എഴുതാനാണ് താല്പര്യം. അവർക്കതാണ് വേണ്ടത്. ഞങ്ങൾക്ക് മനുഷ്യൻ്റെ സംരക്ഷണമാണ് വേണ്ടത്. എല്ലാ മനുഷ്യരുടെയും സംരക്ഷണത്തിന് വേണ്ടി, നാടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു സഖാവ് റിജിത്ത്. തീർച്ചയായും ഏത് അക്രമികൾക്കും ഒരു കൊലപാതകം നടത്തിയാൽ രക്ഷപ്പെടാൻ കഴിയില്ല. റിജിത്തിൻ്റെ കൊലപാതകികൾക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലഭിക്കട്ടെ എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. അത് സഫലീകൃതമാകും.